जयो कुंज बिहारी जय राधा माधव जयो कुंज बिहारी जय गोपीजन वल्लभा जयो गिरिवर धारी जयो गिरिवर धारी जयो यशोदनन्दना जयो व्रजजनरञ्जना जयो यशोदनन्दना जयो व्रजजनरञ्जना जयो यमुना तेरवनचारी जय कुंज बिहारी जय राधा माधव जयो कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार शिवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവരും ചൊല്ലുന്നവരാണ്. എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അർത്ഥം? ആർക്കെല്ലാം പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലയോ പ്രിയപ്പെട്ട രാധാറാണി, അവിടുത്തെ കൃപ കൊണ്ട് ഭഗവാന്റെ മദനമോഹനനായ ഭഗവാന്റെ സേവനത്തിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ അവിടുന്ന് കരുണ കാട്ടണമേ ദേവി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. അതായത് സേവയാണ് നമ്മൾ, അതായത് രാധാറാണിയുടെ ഒരു മിനിറ്റ് തരണേ. എന്തേ പറ്റി? കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് വളരെയധികം ബഹുമാനത്തോട് കൂടിയിട്ട്, വളരെയധികം എന്താണ് പറയണത്, തൃണാതപി സുനിശ്ചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്നത് വളരെയധികം എന്താണ് പറയുന്നത്, ടോളറൻസ്, സമാധാനത്തോടുകൂടി, അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത്, ടോളറൻസിന് മലയാളത്തിൽ എന്താ പറയാ,
സഹനശക്തി. നമ്മൾ ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്ന മാത്രയിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമം ചൊല്ലാൻ നമ്മൾ പ്രാപ്തരാവുന്നത്, അല്ലെങ്കിൽ ആ ശുദ്ധനാമം ചൊല്ലാൻ നമ്മൾ പ്രാപ്തരാകുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ചില ഗുണങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. തീർച്ചയായിട്ടും എല്ലാവരും നാമം ചൊല്ലുന്നുണ്ട്. പക്ഷേ ആ നാമം ഫലവത്താവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന നാമത്തിന് ഫലമുണ്ടാവണമെങ്കിൽ നമ്മളിൽ ചില ഗുണങ്ങൾ ഉണ്ടാവണം. എന്താണ് ഈ ചില ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോഴാണ് അതിന് എന്തുണ്ടാവുന്നത്? ഫലങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ശിശാഷ്ടകം അറിയും അല്ലേ? അറിയാം. ഈ ശിശാഷ്ടകത്തില് ഒരു അവസാനത്തെ ഒരു ശ്ലോകമുണ്ട്. എന്താണ് ആ ശ്ലോകം? ആശ്ലേഷ്യ പാദരഥാം വിനിഷ്ടുമാം അദർശനാം മഹതാം കരുതുവ യഥാ തഥാ വാ വിധാതുലംബടോ മത്പ്രാണനാഥസ്തു സ ഏവനാപര. ഇതിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണനെ അല്ലാതെ ആരെയും എന്റെ പ്രഭുവായി ഞാൻ അറിയുന്നില്ല. അദ്ദേഹം തന്റെ ആശ്ലേഷത്താൽ ആശ്ലേഷത്താൽ പരുഷമായി വേദനിപ്പിക്കുകയോ എന്റെ മുന്നിൽ സന്നിഹിതനാകാതെ എന്നെ ഭക്തഹൃദയനാക്കുകയോ ചെയ്താലും എനിക്ക് അദ്ദേഹം അപ്രകാരം തന്നെ ആയിരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് എന്തും ചെയ്യുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്തെന്നാൽ അദ്ദേഹം എന്നെന്നും നിരുപാധികമായി എന്റെ സമാരാധനായ പ്രഭു ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതാണ് ഒരു ക്യാച്ച് കേട്ടോ. ആശ്ലിഷ്യ വാ പാദരഥം പിനഷ്ടുമാം മദർശനം മർമഹദം കരോതു വാ യഥാ തഥാ വാ വിതതാതുലം പഠോ മത്പ്രാണനാഥസ്തു സ ഏവനാപരഃ. നമുക്ക് നമ്മളെ ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല. ഇപ്പൊ ആരെങ്കിലും ഒരാൾ നമ്മളൊന്ന് പെട്ടെന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. അത് നാച്ചുറലാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുഗുണങ്ങളാൽ അതായത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ്. 3 ഗുണങ്ങളുണ്ട്. ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണത്തിൽ നമ്മൾ പെട്ടിരിക്കുന്നവരാണ്. ആ 3 ഗുണങ്ങളും നമ്മളിലുണ്ട്. പക്ഷെ പ്രോമിനന്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗുണമാണ് സത്വഗുണം. ഈ സത്വഗുണത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? തൃണാദപി സുനിശ്ചയനം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെട്ടൊന്ന് തുണ്ട് 2 എന്നുള്ളതിൽ നമ്മൾ നിൽക്കുക. അപ്പൊ നമ്മൾ ഈ നാമം ജപിക്കുന്നതിന് പ്രാപ്തരാവേണ്ടതുണ്ട്. ആ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മളാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വഭാവ സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഭക്തി മാർഗത്തിലൂടെ യാത്ര ചെയ്യും. 10 മിനിറ്റ് ഭക്തിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അവരെ കുറിച്ച് അനലൈസ് ചെയ്യാൻ തുടങ്ങും. ഈ അനലൈസേഷൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭക്തിയെ താഴെ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകേണ്ടതാണ് അത്യാവശ്യം. ഭക്തിയിൽ, അതായത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഭഗവാന്റെ ധാമമായിട്ടുള്ള ഗോലോക വൃന്ദാവനമാണ്. അതല്ലാതെ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ, ശ്രീമദ് ഭഗവത്ഗീത 8-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്വർഗലോകത്തിൽ പോകാൻ പറ്റും. അവിടെ പോയിട്ട് ദേവവർഷങ്ങളോളം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പുണ്യത്തിന്റെ അളവ് കുറയുമ്പോൾ നമ്മൾ താഴേക്ക് വീണ്ടും വരേണ്ടി വരും. വീണ്ടും തദൈവ ജന്മ മൃത്യു ജരാവ്യാധിയിലൂടെ പോകേണ്ടി വരും. അപ്പൊ നമുക്ക് പുണ്യം ചെയ്യുന്നതില് വലിയ കാര്യമില്ല. തീർച്ചയായിട്ടും ഭക്തന്മാര്
പുണ്യത്തെക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്നവരാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഏത് കർമ്മമാണ്? കർമ്മം. ആ മനസ്സിലാവുന്നു. ഓക്കെ, കർമ്മം. എന്താണ് നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രതിഫലയില്ലാതെ കർമ്മം ചെയ്യുക. അതിന് നമ്മുടെ ഇതില് ഒരു ഇത് പറയുന്നുണ്ട്. നിഷ്കാമ കർമ്മത്തിനെ കുറിച്ചിട്ട് നമ്മൾ കർമ്മത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് ഏത് കർമ്മത്തിൽ വരും അത്? അകർമ്മത്തില് വരും. വേണ്ടി ഒന്നും കൂടി. അകർമ്മം. വെരി ഗുഡ്. അപ്പോ ഇതൊക്കെ ഓർമ്മ ഉണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ആ കർമ്മം 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് സകർമ്മ, വികർമ്മ, അകർമ്മ. അപ്പൊ ഈ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് ആളുകൾ സത്കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പണം ഡൊണേറ്റ് ചെയ്യുന്നു. ഇനി അതല്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊരുക്കിയിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു. ഇതെല്ലാം സത്കർമ്മങ്ങളിൽ പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന സത്കർമ്മങ്ങള് അത് നമുക്ക് വിപരീതമായിട്ട് തീരും ചില സമയത്ത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നല്ലത് വിചാരിച്ചുകൊണ്ടാണ് ഒരാൾക്ക് പൈസ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിളിന്, നമ്മള് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ നമ്മുടേക്കുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറയണു. നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്നവർക്ക് ഈ പൈസ വെച്ചുകൊണ്ട് ആ വ്യക്തി ഒരാളുടെ മരണത്തിന് ഹേതുവാകുകയാണ്. ഈ പൈസ കാരണം ആ വ്യക്തി ഒരു മരണത്തിന് ഹേതുവാകുന്നു. അതായത് നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് അദ്ദേഹം പോയിട്ട് മദ്യമോ വേറെന്തെങ്കിലും കഴിച്ചുകൊണ്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ട് ഒരാളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ കർമ്മഫലങ്ങൾ അത് നമുക്ക് കിട്ടുന്നതാണ്. കാരണം അയാൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹേതുവായത് നമ്മൾ കൊടുത്ത പൈസയാണ്. അപ്പൊ കാരണക്കാരനാരാണ്? നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ പോകുന്ന യാത്രയിൽ, നിങ്ങളിപ്പോ ബസ്സിൽ പോകുന്നുണ്ട്, ട്രെയിനിൽ പോകുന്നുണ്ട്, കാറിൽ പോകുന്നവരുണ്ട്. അവർ സിഗ്നലിൽ നിന്ന് കഴിഞ്ഞ് ചിലർ പൈസ ചോദിക്കാറുണ്ട്. ബെറ്റർ ആയിട്ട് അവർക്ക് കഴിയുമെങ്കിൽ പ്രസാദം കൊടുക്കൂ. നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ഡ്രൈ പ്രസാദം വെച്ചേക്കുക. കഴിക്കാൻ അവർക്ക് ഇഷ്ടം തന്നെയാണ്. അവർക്ക് ആ പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംതൃപ്തി ഉണ്ടാവും. ഇനി പൈസ കൊടുക്കേണ്ടവർ, ചിലവർ പൈസ കൊടുക്കണമെന്ന് പറയും. പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളില് എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. അപ്പൊ സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനിൽ പൂർണ്ണമായിട്ടും, ഇത് ഭഗവാന്റെ പൈസയാണ്, ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ പൈസ ആർക്കെങ്കിലും കൊടുക്കുക. പൂർണ്ണമായിട്ട് നമ്മൾ ഉറപ്പിക്കണം, ഇത് ചീത്ത കാര്യങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതല്ല എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കർമ്മം ബാധിക്കുന്നില്ല. അപ്പോൾ ഈ സകർമ്മം അങ്ങനെയാണ്. ഇതാണ് സകർമ്മം എന്ന് പറയുന്നത്. വികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് വികർമ്മമായി തീരും. ശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാതെ അതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്, അതിന് വികർമ്മം എന്ന് പറയും. അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിനെതിരല്ല, എല്ലാം ശാസ്ത്രത്തിന് അനുകൂലമായിട്ട് ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതേമാതിരി. ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് അകർമ്മമായി തീരും. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ അകർമ്മം എന്ന് പറയും. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർമ്മം ബാധിക്കുന്നില്ല.
നമ്മള് ഒരുപാട് ജന്മമെടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ ജന്മങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. നമുക്ക് 84 ലക്ഷം യോനികളിലൂടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നവരാണ്. എത്ര പ്രാവശ്യം വന്നിരിക്കുന്നറിയില്ല. ഈ മനുഷ്യ ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ റയറായിട്ടാണ്. ഈ മനുഷ്യ ജന്മം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ മുജ്ജന്മ സുഹൃതത്താലാണ്. അപ്പൊ ഈ മുജ്ജന്മ സുഹൃതം കൊണ്ട് നമുക്ക് ഈ ശരീരം ലഭിച്ചിരിക്കുന്നു. ഈ ശരീരം പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ, ഇനിയും ഒരു പ്രാവശ്യം ഈ ശരീരം ലഭിക്കണമെങ്കിൽ ഒരുപാട് സമയമാകും. ആയതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കണം. ആ സമയത്ത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഈ ഒരു ക്വാളിറ്റീസ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. നിങ്ങൾ ഒരു മാതൃകയാവണം. നിങ്ങൾ ഭക്തന്മാരാണ്. ഭക്തന്മാര് മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭക്തിയിൽ പുരോഗതി ഉണ്ട് എന്നാണ് അർത്ഥം. ഇല്ല, നമ്മളിൽ ദേഷ്യം കൂടുതലാണ്, നമ്മളിൽ കോപം കൂടുതലാണ്, നമ്മളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ത്വര വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാമജപം പെർഫെക്റ്റ് അല്ല എന്നാണ്. നാമജപം പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളിൽ ഈ ഗുണങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. അത് നാമപ്രഭുവിന്റെ മഹിമയാണ്. ആരാണോ നാമം, നമുക്കറിയാം, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നാരായണ നാരായണ എന്ന് വിളിച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട്. തന്റെ മകന് നാരായണ എന്ന് പേരിട്ടു. ആരാണ് ആ വ്യക്തി എന്നറിയോ? ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ്. അജാമിളൻ. അജാമിളൻ നല്ലവനായിരുന്നോ? അല്ല, രാക്ഷസനായിരുന്നു. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് അജാമിളന് ഭഗവത് സാക്ഷാത്കാരം കിട്ടിയത്? മകന്റെ പേര് അവസാന സമയത്ത് നാരായണ എന്ന് വിളിച്ചതുണ്ട്. അവസാന സമയത്ത് നാരായണ എന്ന് വിളിച്ചതുകൊണ്ട്. ഈ നാരായണ എന്ന് വിളിച്ചത് എങ്ങനെയായിരുന്നു? മകനെ ഓർത്തിട്ടായിരുന്നു നാരായണ, മകനെന്നുള്ള വിളിച്ചതാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹം മകനെ വിളിച്ചത് നാരായണ എന്നാണ്, മകന്റെ പേരാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്റെ മകനെ തന്നെയാണ് വിളിച്ചത്, ഭഗവാനെ അല്ല വിളിച്ചത് കേട്ടോ. പക്ഷെ അദ്ദേഹം വിളിച്ച ആ വിളിയില്, അതായത് അത് നാമാഭാസത്തിലൂടെയായിരുന്നു. കുറച്ച് നാമാഭാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നാമജപത്തിൽ. നമ്മളെല്ലാവരും നാമം ജപിക്കുന്നുണ്ട് അല്ലെ? ഈ നാമജപം 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് നാമജപം 3 തരത്തില്? ആർക്കെങ്കിലും അറിയോ? നാമം, നാമാപരാധം, നാമാഭാസം. ഓക്കെ, വെരി ഗുഡ്. നാമാപരാധം, നാമാഭാസം, ശുദ്ധനാം. ഇതാണ് 3 സ്റ്റേജ്. അപ്പൊ ഈ നാമാപരാധം എന്ന് വെച്ചാൽ എന്താണ്? നാമം ജപിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ചിന്തകളിലും നാമത്തിന് ശ്രദ്ധ കൊടുക്കാതെ ചെയ്യുന്ന നാമാപരാധമായി. നാമത്തിന് ശ്രദ്ധ കൊടുക്കാതെ ചൊല്ലുന്ന നാമം നാമാപരാധം. ഇനിയുണ്ടല്ലോ ഒരെണ്ണം ശരിയാണ്. അപരാധങ്ങളോടുകൂടി നാമം ജപിക്കുന്നുണ്ട്. പെർഫെക്റ്റ്, യെസ്. അതായത് ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്നുണ്ട്, പക്ഷെ നമ്മൾ ചൊല്ലുന്ന നാമം പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടാണ്
നമ്മൾ നാമം ചൊല്ലുന്നതിന് മുമ്പായിട്ട് 10 അപരാധങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഈ 10 അപരാധങ്ങൾ പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ. ഈ 10 അപരാധങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ. അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റേജാണ് നാമാപരാധം. അത് വന്നു കഴിഞ്ഞൊരു ഭക്തൻ നാമം ജപിക്കുമ്പോൾ നാമാപരാധത്തോട് കൂടിയിട്ടാണ് ജപിക്കുന്നത്. പക്ഷേ നാമം ജപിച്ചിട്ട് അദ്ദേഹം അടുത്ത സ്റ്റേജിലേക്ക് വരും. അതിന് നാമാഭാസ സ്റ്റേജ് എന്ന് പറയും. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അപരാധങ്ങൾ ഉണ്ടാവുന്നില്ല, എന്നാൽ പെർഫെക്ഷനും കിട്ടുന്നില്ല. അപ്പോ എന്തൊക്കെയാണ് 10 അപരാധങ്ങള്? വൈഷ്ണവരെ നിന്ദിക്കുന്നത് ഏറ്റവും പ്രധാനം. നിന്ദിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ആദ്യം നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്നൊരു വ്യക്തികള് അവർ ഭഗവാനെ കാണുന്നു, ഭഗവാന്റെ തിരുരൂപം കാണുന്നു, ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള രൂപത്തെ ദർശിക്കുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവരിന്ന് നാമം ജപിക്കുന്നു. അവർ നാമം ജപിക്കുമ്പോൾ അവരുടെ മനസ്സ് വന്ന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളില് ശ്രദ്ധ, അതായത് അവർ നാമം ജപിക്കുന്ന മാത്രയിൽ ഭഗവാന്റെ ആ ക്വാളിറ്റീസിനെ കുറിച്ചോ ഭഗവാന്റെ ലീലകളെ കുറിച്ചോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചോ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ലാത്ത തരത്തിലാണ് അവർ ചാൻഡ് ചെയ്യുന്നത്. ചാൻഡ് ചെയ്യണം, ഭഗവാന്റെ നാമം ജപിക്കണം എന്നുള്ള ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നു. പക്ഷെ അത് ഇംപെർഫെക്റ്റ് ആണ്, അത് പെർഫെക്ഷൻ ആയിട്ടില്ല അവിടെ. കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് കൽമഷം. അതുകൊണ്ടാണ് നമുക്ക് ശിശാഷ്ടകത്തിൽ ആദ്യത്തെ ശ്ലോകം പറയണത് ചേതോദർപ്പണമാർജനം ഭവമഹാദ വാഗ്നി നിർവാപണം ക്ഷയ കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുതിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. അപ്പോ ഇവിടെ കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ ഹോളിനെയും ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന മുഴുവൻ കശ്മലങ്ങളും, അതായത് അഴുക്കുകളും എന്ത് ചെയ്യാണ്? പതുക്കെ വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഒരു കണ്ണാടിയില് വർഷങ്ങളോളം ആ കണ്ണാടി ക്ലീൻ ചെയ്തിട്ടില്ല. ആ കണ്ണാടി ഒരു ദിവസം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം മണ്ണ് അടിഞ്ഞുകൂടി ഇരിക്കുകയാണ്. ആദ്യം നമ്മളത് നനയ്ക്കണം, എന്നിട്ട് പതുക്കെ അതിനെ സ്ക്രബ് ചെയ്യാൻ തുടങ്ങണം. പതുക്കെ സ്ക്രബ് ചെയ്തിട്ട് അതിനെ വെളുപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ മുഴുവൻ അഴുക്കുകളും എടുക്കണം. അതിന് സമയമാകും. അതേമാതിരി നമ്മൾ നാമം ജപിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് പെർഫെക്ഷൻ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പെർഫെക്ഷൻ കിട്ടില്ല. ആ ഒരു സ്റ്റേജിനെ നാമാപരാധം എന്ന് പറയണം. കാരണം ഒരുപാട് അഴുക്കുകളുണ്ട്. പക്ഷെ അഴുക്കുകള് നമ്മൾ പതുക്കെ എന്ത് ചെയ്യാണ്? ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയം, അതായത് ആ ക്ലീനിങ് പ്രോസസ്സിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ട് പതുക്കെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് വരും. അതിന് നാമാഭാസം എന്ന് പറയും. അവിടെ നമ്മുടെ ഭഗവാന്റെ ആ പൂർണ്ണ എന്താണ് പറയണത്? ഭഗവാന്റെ നാമം ചൊല്ലുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടുള്ള വിശ്വാസനാമത്തിലില്ല. വിശ്വാസമുണ്ട്, എന്നാൽ അത് എന്താണ് പറയുന്നത്? ചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ്. ആ സമയത്ത് അപരാധങ്ങൾ ഉണ്ടാവില്ല കേട്ടോ, അപരാധങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ആ നമ്മുടെ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം കുറച്ചിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ ഒരവസ്ഥയാണ് നാമാഭാസം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്, ശാസ്ത്രങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അപരാധങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ചാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ പെർഫെക്ഷൻ ഉണ്ടാവും. ആ ഇതിനെയാണ് ശുദ്ധനാമം എന്ന് പറയുന്നത്. അതായത് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, നാമാപരാധയുക്താനാം നാമാന്യേവ ഹരന്ത്യകം അവിശ്രാന്തി പ്രയുക്താനി താനേ വർത്തക്കരാണിച്ച. അതായത്
നാമാപരാധം നമുക്ക് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല, പക്ഷേ കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ അവിശ്രാന്തി, വിശ്രമമില്ലാതെ നമ്മൾ നാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് നാമാപരാധങ്ങളെല്ലാം ഇല്ലാതെയാകും. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് വരും. വീണ്ടും നമ്മൾ ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് ആ സ്റ്റേജിൽ നിന്നും ശുദ്ധനാമത്തിലേക്ക് നമ്മൾ പോകും. ഈ ശുദ്ധനാമം വരുന്നത് എങ്ങനെയാ? ആ ശുദ്ധനാമം നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി എങ്ങനെയായിരിക്കും? നയനം ഗളതശ്രുതാരയാ വദനം കത്കതരുതയാഗിര പുളകൈർ നിശ്ചിതം ബപൂകഥ തവനാമഗ്രഹണേ ഭവിഷ്യതി. ഇതാണ് നമുക്ക് ശിക്ഷാഷ്ടകത്തിലെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്ന മാത്രയില് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകണം. നയനം ഗളതശ്രുതാരയാത് വദനം കത്കതരുതയാഗിര. നമ്മുടെ വദനം എന്തായിരിക്കണം? ചോക്കിയണം. അതായത് നമ്മൾ ചൊല്ലുന്ന മാത്രയില് നമുക്ക് ചൊല്ലാൻ സാധിക്കാതെ നമ്മുടെ ഇതില് ആ ശുദ്ധനാമം വന്നിങ്ങനെ, ഭഗവാന്റെ നാമം വന്നിങ്ങനെ ചോക്കാവും നമുക്ക്. നയനം ഗളതശ്രുതാരയാ വദനം കത്കതരുതയാഗിര പുളകൈർ നിശ്ചിതം ബപൂകഥ. ശരീരം പുളകിതമാകും. ആ ഒരു സ്റ്റേജ് ആണ് ശുദ്ധനാമത്തിന്റെ സ്റ്റേജ്. പക്ഷേ നമുക്ക് ആ സ്റ്റേജിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ചിലവരെത്തിയിരിക്കാം. അതാണ് ദ ബെസ്റ്റ് സ്റ്റേജ്. ആ സ്റ്റേജിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും വരേണ്ടത്. ആ ഒരു സ്റ്റേജാണ് ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ സ്റ്റേജിലേക്ക് വന്നെങ്കിലാണ് നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് ചെല്ലാൻ സാധിക്കൂ. അല്ലാതെ നമുക്ക് ഈ എന്താണ് പറയണത്, കപടവേഷങ്ങൾ ഇട്ടുകൊണ്ട് നമ്മുടെ കയ്യിലൊരു മാലയുണ്ട്, കഴുത്തിൽ കണ്ടിമാലയുണ്ട്, പിന്നെ നമ്മൾ നല്ല തിലകം ഇടുന്നുണ്ട്, ഒരു കുടുമി വെക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു മറയാണ്, പ്രൊവൈഡഡ് ബൈ നമ്മൾ ശുദ്ധനാമം ചൊല്ലുന്നില്ല എങ്കിൽ. ശുദ്ധനാമമാണ് നമ്മുടെ എല്ലാവരുടെയും എയിം. നമുക്ക് 2 മാല ജപിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ എവിടെ ശുദ്ധനാമം വരുന്നത്? നമുക്ക് വരും, സംശയമില്ല. ഭഗവാനും നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്ന മാത്രയിൽ നമുക്കും മായാദേവിക്കും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. മായയോട് പറയണം, മായാദേവി, ഞാൻ ഈ 2 മണിക്കൂർ നേരം ഭഗവാന്റെ തിരുനാമം ചൊല്ലാൻ പോവാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിനുശേഷം ഞാൻ നിന്റെ കാര്യങ്ങൾ ചെയ്തു തരാം. എങ്ങനെയാണോ ഹരിദാസ് ഠാക്കൂർ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് പറഞ്ഞത്, അതായത് ഞാൻ എൻ്റെ റൗണ്ട് കഴിയട്ട്, എനിക്ക് നിശ്ചിത റൗണ്ട്, നിശ്ചിത മാല ജപിക്കാനുണ്ട്, ഞാൻ അത് ചെയ്യട്ടെ, അതിനുശേഷം നിന്നെ സാറ്റിസ്ഫൈ ചെയ്യാമെന്ന്. അങ്ങനെ ഈ സ്ത്രീ, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ഹരിദാസ് ഠാക്കൂറിൽ നിന്നും ശുദ്ധനാമം കേട്ടതിന്റെ ഫലമായിട്ട് അവര് ഒരു ഉത്തമ ഭക്തയായി തീരുകയായിരുന്നു. ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ചാൻഡിങ് കേട്ടിട്ട് എത്ര ആളുകള് ശുദ്ധഭക്തന്മാരായി തീർന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓരോരുത്തരും നാമം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിന് വളരെയധികം ആ നാമത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കണം. നാമം ചൊല്ലുന്ന മാത്രയില് നമ്മൾ അതിയായ ശ്രദ്ധയുണ്ടാവണം. ആ ശ്രദ്ധയോട് കൂടിയിട്ട് നാമം ചൊല്ലുമ്പോൾ മാത്രമേ നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ നാമം ചൊല്ലുമ്പോൾ പലരും നാമം ചൊല്ലുന്നത് നമ്മൾ കാണാറുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാമം ചൊല്ലുന്നുണ്ട്, നാമം ചൊല്ലുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ സമയത്ത് മാത്രമേ, മറ്റ് സമയത്തൊന്നും നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് സിനിമയിൽ അലിഞ്ഞു ചേർന്നിരിക്കും. പക്ഷെ ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്ന മാത്രയിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എല്ലായിടത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം മായ സോ സ്ട്രോങ്. മായാദേവി ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ അടുപ്പിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ എൻജോയ് ചെയ്തോളൂ, ഭൗതികമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും മായാദേവിക്ക് പ്രശ്നമില്ല. മായാദേവി ഹാപ്പിയാണ്. കാരണം എൻ്റെ
ചൊൽപ്പടിയിലാണ് ഈ ജീവാത്മാക്കളെല്ലാം എന്നുള്ളത് കൊണ്ട് മായാദേവി വളരെയും സന്തോഷവതിയാണ്. പക്ഷേ നിങ്ങൾ ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്ന മാത്രയിൽ, ഭഗവാന്റെ ഭക്തി കൂടുതൽ ചെയ്യുന്ന മാത്രയിൽ നിങ്ങളെന്നെ എന്തു ചെയ്യുന്നു? നിങ്ങളെന്നെ കൺട്രോൾ ചെയ്യാൻ, അതായത് നിങ്ങളെന്നെ മാക്സിമം ഭക്തിയിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് മായാദേവി ശ്രമിക്കുന്നുണ്ട്. അപ്പോ അത് മാത്രം നമുക്ക് ശ്രദ്ധ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരായിരിക്കണം നമ്മളെല്ലാവരും. എല്ലാവരും നന്നായിട്ട് ജപിക്കണം നാമം. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് ചാൻഡിങ് എല്ലാം ചെയ്യുന്ന സമയത്ത് അത് വളരെ എഫക്റ്റീവാണ്. ഗ്രൂപ്പ് ചാൻഡിങ് വളരെയധികം എഫക്റ്റീവാണ്. കാരണം നമുക്ക് ഒരുപാട് ഭക്തന്മാരുടെ അസോസിയേഷൻ, സംഘം കിട്ടുന്നുണ്ട്. അപ്പോ മാക്സിമം ഭഗവാന്റെ തിരുനാമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുശേഷം ശാസ്ത്രം അറിയാൻ ശ്രമിക്കണം. ശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം നമുക്ക്. ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ല എങ്കിൽ നമ്മുടെ ഭഗവാനുള്ള വിശ്വാസം ചഞ്ചലമായി തീരും. ശാസ്ത്രവും അതേമാതിരി ഭഗവാന്റെ തിരുനാമവും ഭക്തന്മാരുടെ സംഘവും നമ്മളതിനെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകും. ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരിക എന്നുള്ളത് കുറച്ച് കഠിനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം. അതിന് നമ്മൾ MBBS MA എടുക്കണമെന്നൊന്നുമില്ല. ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ PhD എടുക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അതിന്റെ ഇതൊന്നുമില്ല. നമുക്ക് വിശ്വാസമുണ്ടാവണം. പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവർ, അതായത് നമുക്ക് PhD അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഭക്തന്മാരായി തീരാൻ സാധിക്കില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മാക്സിമം കാര്യങ്ങളും എന്താണ് ചെയ്യുന്നത്? വാണിയാണ്. ഇപ്പൊ നമ്മള് ഗുരുനാഥനെ സേവ് ചെയ്യുന്നുണ്ട്, നമ്മൾ സെർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഗുരുനാഥനെ. ഈ ഗുരുനാഥനെ നമ്മൾ സെർവ് ചെയ്യാൻ ശ്രമിക്കുന്ന മാത്രമല്ല, 2 തരത്തിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഗുരുനാഥനെ. ഒന്ന് വപു സേവ, മറ്റൊന്ന് വാണി സേവ. വപു എന്ന് വെച്ചാൽ ശരീരത്തെ, അതായത് ഫിസിക്കലായിട്ട് ഗുരുനാഥനെ സേവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം കൊണ്ട് ആ ഗുരുനാഥന്റെ ശരീരത്തെ സേവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ശ്രീ ജയപതാക സ്വാമി മഹാരാജന് ഒരുപാട് അസിസ്റ്റന്റുകൾ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ കൂടെ. അവരോരുത്തരും ഓരോരോ സേവയിൽ ഇതിരിക്കുന്നവരാണ്. ഒരാള് മഹാരാജിന്റെ വീൽ ചെയർ ഓട്ടുന്നു. അതേമാതിരി രാധാ ഗോവിന്ദ് മഹാരാജ് വൃന്ദാവനത്തില് ശ്രീല പ്രഭുപാദിന്റെ മറ്റൊരു ശിഷ്യനാണ് രാധാ ഗോവിന്ദ് മഹാരാജ്. അദ്ദേഹം ഒരു സൈഡ് പാരലൈസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭക്തന്മാർ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയും ഗുരുനാഥന്റെ വപു ശരീരത്തിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ വാണി സേവ, വപു സേവ. വപു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെല്ലാം ഇൻസ്ട്രക്ഷൻ ഗുരുനാഥൻ തന്നിട്ടുണ്ടോ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് വപു സേവ, വാണി സേവ. വപു എന്ന് വെച്ചാൽ ശരീരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഉത്തമ ഭക്തന്മാരായി തീരാൻ സാധിക്കും. നമുക്ക് ഉത്തമ ഭക്തന്മാരാവുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ ജന്മം വളരെ റയറായിട്ടുള്ളതാണ്, മനുഷ്യജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഈ മനുഷ്യജന്മം നമ്മൾ യഥാവിധം ഉപയോഗിക്കുന്നില്ല എങ്കിൽ വീണ്ടും നമുക്ക് ജന്മമൃത്യു ചരാവ്യാധി എന്ന് പറഞ്ഞ് ആ സൈക്കിളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും.
അത് 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ ആയിരിക്കും ആ യാത്ര. ഒരുപാട് സമയം വേണം. ആ സമയത്തൊക്കെ നമ്മൾ ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉത്തമ നാമം ചൊല്ലുമ്പോൾ സകല ക്ലേശങ്ങളും ഇല്ലാതെയാവും. ഈ ക്ലേശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭക്തിരസാമൃത സിന്ധുവില് എന്താണ് ക്ലേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം. ആദിഭൗതിക്, ആദിദേവി, ആധ്യാത്മിക്. ഈ ക്ലേശങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ക്ലേശങ്ങളൊക്കെ നമ്മൾ മറികടന്നിട്ടാണ് ഭഗവത് ഭക്തി ചെയ്യുന്നത്. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മുറുക്കി പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമ്മൾ ഈ പറഞ്ഞല്ലോ ശിശാഷ്ടകത്തിലെ അവസാനത്തെ ശ്ലോകം, ആശ്ലിഷ്യവാ പാദരഥം പിനഷ്ടുമാമദർശനം മർമഹതം കരോതുവ യഥാ തഥാവ വിദധാതു ലംഫടോ മത്പ്രാണനാഥസ്തു സയേവനാപരഹ. ഭഗവാനെ, എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, അങ്ങനെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്താലും, എൻ്റെ എല്ല് പൊട്ടുന്ന മാതിരി എന്നെ ആലിംഗനം ചെയ്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്നെ അങ്ങ് ഡിസ്കാർഡ് ചെയ്തു കഴിഞ്ഞാലും, എന്നെ അങ്ങ് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാലും, എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങ് മാത്രമായിരിക്കും എൻ്റെ ജീവൻ എന്ന് പറയുന്ന ആ ശ്ലോകം നമ്മൾ ചുമ്മാ ചൊല്ലുന്നതല്ല. ചൈതന്യ മഹാപ്രഭു നമുക്ക് ചുമ്മാ തന്നിട്ടുള്ളതല്ല ആ ശ്ലോകം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. കുറച്ച് കഠിനമുള്ള കാര്യമാണ് കേട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തേ മതിയാവൂ. നമ്മള് ഒരു വീട് കെട്ടുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില സൈഡ് ഇടിച്ചിട്ട് വീണ്ടും അതിനെ കൺസ്ട്രക്ട് ചെയ്യും. ചില ജനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയായിട്ടിരിക്കും തോന്നുന്നില്ല. അപ്പൊ പെർഫെക്ഷൻ വേണ്ടിയിട്ട് ആ ജനൽ എടുത്തിട്ട് മാറ്റി വെച്ചിരിക്കും നമ്മൾ. ഇതേമാതിരി തന്നെയാണ് ഭക്തിയും ചെയ്യുമ്പോൾ. പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമുക്കൊരു ദുഃഖം, നമ്മുടെ ഈ ശ്ലോകത്തെ നമ്മൾ എന്നും പഠിക്കാറുള്ളതാണ്. ഇപ്പൊ നമുക്ക് ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സംശയാലുക്കളാവും. എന്തേ ഭഗവാൻ എനിക്കിത് തന്നു? എനിക്കിങ്ങനെ തരാൻ പാടില്ലല്ലോ, ഞാൻ ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തേ ഈ ക്ലേശങ്ങൾ തരുന്നത്? ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മളിൽ ഉണ്ടാവും. ഇതെല്ലാം ഒരു ടെസ്റ്റ് ഡോസ് ആണ്. റീസെന്റ് ഒരു മാതാജി, എൻ്റെ ഒരു ഗോഡ് സിസ്റ്ററാണ്, ആ മാതാജി ശരീരം ത്യജിച്ചു. പക്ഷെ ആ മാതാജി ശരീരം ത്യജിക്കുമ്പോൾ ആ മാതാജിക്ക് ക്യാൻസർ ആയിരുന്നു, 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ കോമയിലിരിക്കും, നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണോ അതോ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്ന്. അവർ പറഞ്ഞു, എനിക്ക് കോമയിൽ പോകേണ്ട ആവശ്യമില്ല, ഞാൻ നാമം ജപിച്ചുകൊണ്ട്, അതായത് ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട്, വേദന ഉണ്ടാവുന്നല്ലേ, കുഴപ്പമില്ല, ഞാൻ സഹിച്ചുകൊണ്ട്. ആ മാതാജി ഒരുപാട് ടോളറേറ്റ് ചെയ്തു. ടോളറൻസ്, അതായത് സഹനശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും. നിങ്ങൾക്ക് സഹനശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരാധിക്കപ്പെടും, ഒരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. അപ്പൊ ഈ മാതാജി എന്ത് സംഭവിച്ചു? ഈ മാതാജി പറഞ്ഞു, എനിക്ക് മരുന്നുകളൊന്നും വേണ്ട, ഒരു പെയിൻ കില്ലർ, വേദന വരുമ്പോൾ കഴിക്കാൻ ഒരു പെയിൻ കില്ലർ തരാൻ പറഞ്ഞു. എന്നിട്ട് ആ മാതാജി ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നു, ആ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുന്നു, എന്നും മംഗളാരതി മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയിട്ട് മംഗളാരതി അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു മംഗളാരതി ഒരു ദിവസം ആ മാതാജി ഭഗവാന്റെ ആ രൂപം കണ്ടുകൊണ്ട് ക്ഷേത്രത്തില് മാതാജിനെ കൊണ്ടുപോകണം. മാതാജിയുടെ ലാസ്റ്റ് മൊമെന്റിൽ ആ ഭഗവാനെ കണ്ടുകൊണ്ട് ആ മാതാജി ശരീരം ത്യജിക്കുന്നു.
ഇത്രയും ക്ലേശങ്ങൾ ഉണ്ടായിട്ടും ആ മാതാജിയുടെ ഫെയ്ത്ത്, വിശ്വാസം ചലിച്ചിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ടും ആ വിശ്വാസം എന്തായി സ്റ്റഡി, ആ വിശ്വാസം, ഭഗവാനുള്ള വിശ്വാസം ഉറച്ചതായി തീരുകയായിരുന്നു. നമുക്കൊന്നും അങ്ങനെയല്ല, നമ്മളൊക്കെ ചലിക്കും. ചലിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഒരിക്കലും വിശ്വാസത്തിന് ചലനം സംഭവിക്കാൻ പാടില്ല. അചഞ്ചലമായിരിക്കണം നമ്മുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകും. സംശയങ്ങൾ വേണ്ട. ഇനി ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യോത്തരമാവാം. എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ചാൻഡിങ് പെർഫെക്റ്റ് ആണോ? അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം ഉണ്ട് പ്രഭു. ഇപ്പൊ നമ്മുടെ ജപമാല പിടിക്കുമ്പോ നേരത്തെ മേരിമുത്തൂല് പിടിച്ചോണ്ടായിരുന്നു നമ്മള് ആദ്യം മന്ത്രം ചൊല്ലിയിട്ട് പിന്നെ ഹരേ കൃഷ്ണ, അടുത്ത മുത്തു തൊട്ട് ഹരേ കൃഷ്ണ. ഇപ്പൊ മേരിമുത്തൂല് തൊടണ്ട, അല്ലാതെ അടുത്ത ഫസ്റ്റില് മുട്ടില് തൊട്ട് നമ്മളെ ചൊല്ലിയാ മതി എന്നാണ് പറയുന്നത്. അത് ശരിയല്ലേ? ശരിയാണോ പ്രഭു? ആരാണിത് പറഞ്ഞത്? അത് ജഗസാക്ഷി പ്രഭു പറഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് ഒരു മാതാജി പറഞ്ഞത്. അവര് ഇങ്ങനെ പറഞ്ഞു എന്നോ, മേരിമുത്തി തൊടല്ലേ, മേരിമുത്തി പിടിക്കുകയോ ചെയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് കേട്ടപ്പം എന്താണെന്ന് അറിയില്ല. കറക്റ്റ് അത് ശരിയാണോ? മേരിമുത്തി പിടിക്കാവോ? നമ്മൾ ചാണ്ടിയുമ്പോഴ് മേരുമുത്തുവിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ചാണ്ടിയുമ്പോഴ് മേരുമുത്തുവിന്റെ തൊട്ടടുത്ത ഇതിലാണ് നമ്മൾ പിടിക്കുന്നത്. ഓക്കെ, അതിൽ പിടിച്ചിട്ടാണ് നമ്മൾ സാധാരണ മന്ത്രങ്ങൾ ഇപ്പോ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു പറയണ്ടേ പ്രഭു അത് തുടങ്ങുമ്പോ? തീർച്ചയായിട്ടും അത് നമ്മൾ മേരിമുത്തി സാധാരണ പിടിച്ചോണ്ടാണ് പറയണം മാതാജി. അത് മേരിമുത്തി പിടിച്ചോണ്ടാണ് ആദ്യം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസ ആദി ഗൗരി ഭക്തവൃന്ദ. അത് കഴിഞ്ഞ് അടുത്ത മുത്തിലാണ് ഹരേ കൃഷ്ണ എന്ന് തുടങ്ങുന്നത്. അപ്പം ഇപ്പൊ ഈ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു മേരിമുത്തി പിടിക്കണ്ട, അടുത്ത മുത്തി തുടങ്ങുമ്പോ അതിനകത്ത് പിടിച്ചിട്ട് പിന്നെ അവിടെ തൊട്ട് ഹരേ കൃഷ്ണ തുടങ്ങാനാ പറയുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് പ്രഭു പറഞ്ഞതായിരിക്കും. അതിന് വേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. പ്രഭു പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ചെയ്തോളൂ. കാരണം തിരിച്ചു പിടിക്കുമ്പോൾ ഒരു അല്പം വലുതായിരിക്കും അത്. അതുകൊണ്ടായിരിക്കും പ്രഭു പറഞ്ഞത്. അതിൽ വ്യത്യാസങ്ങൾ, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മാതാജി കേട്ടത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ പ്രഭു പറഞ്ഞതായിട്ട് ഞാനും കേട്ടിട്ടില്ല. ഒരുപക്ഷെ പ്രഭു വേറെ ഒരു ഇതിൽ പറഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് കോണ്ടസ്റ്റിലാണ് പ്രഭു ഇത് പറഞ്ഞതെന്ന് നമുക്കറിയുന്നില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഈ ഇടയ്ക്കും നമ്മൾ ജഗസാക്ഷി പ്രഭുവിന്റെ പ്രഭാഷണം കേട്ടാണ്. ഈ ഇടയ്ക്ക് അതായത് ഒരു 4-5 ദിവസമേ ഉള്ളൂ. അന്നേരം പ്രഭു ഇത് തന്നെ പറഞ്ഞു, നമ്മൾ മേരുമുത്ത് പിടിച്ചിട്ട് പറഞ്ഞിട്ട് വേണം, അത് ഗുരുവിനെ വന്ദിക്കുന്നതിന് തുല്യമാണ്, അങ്ങനെ തുടങ്ങിയിട്ടേ അടുത്ത മുത്തി പോവാമെന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ മാതാജി കേട്ടതിന്റെ കുഴപ്പമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഹരേ കൃഷ്ണ. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് കോണ്ടസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും ജപിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പിടിച്ച് ജപിക്കാം അതിൽ. അതായത് നമ്മൾ ക്രോസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാതാജി ഒരു പക്ഷെ കേട്ടത് എങ്ങനെയായിരിക്കും, നമ്മൾ അവസാനത്തെ നാമം ജപിച്ചിട്ട് ആ മേരുമുത്ത് ക്രോസ് ചെയ്യാൻ പാടില്ല, തിരിച്ച് നമ്മൾ പിടിച്ചിട്ടാണ് ജപിക്കേണ്ടത്. അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, ഒന്നുകൂടെ ചോദിക്കാം പ്രഭു. അവരുടെ അടുത്ത് തന്നെ ഒന്നുകൂടെ ചോദിക്കാം ഏത് രീതിയിലാണ് പറഞ്ഞത്. അവരെന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, മേരുമുത്തിയിൽ തൊടയേ വേണ്ട, മേരുമുത്തി അത് മാറ്റിയിട്ട് മറ്റേ അടുത്ത മുത്തി തുടങ്ങുമ്പോൾ ജയ ശ്രീകൃഷ്ണ ചൊല്ലിയിട്ട് അതിനകത്ത് തന്നെ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലി പോണോന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിക്കാം. ഹരേ കൃഷ്ണ. ചോദിച്ചോളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അങ്ങനെ ആവാനുള്ള സാധ്യത ഇല്ല. മേരുമുത്തിൽ അതായത് നമ്മൾ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നാമം ജപിക്കുന്ന സമയത്ത് അവസാനം നമ്മൾ ഹരേ കൃഷ്ണ പറഞ്ഞിട്ട്, അതായത് ആ മാലയുടെ അവസാനത്തില് ഹരേ കൃഷ്ണ പറഞ്ഞിട്ട് വീണ്ടും ഇപ്പുറത്തേക്ക് ചാടരുത്. എവിടെയാണോ നിർത്തിയത് അവിടെ ഒന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഇതുണ്ടാക്കണം പ്രഭുജി. ഈ ഒരു കാര്യം ഒരു ബുക്കിനകത്തുണ്ടായിരുന്നു, നമ്മുടെ
വൈഷ്ണവ ഗീതത്തിനകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ നമ്മുടെ ജയസാക്ഷി പ്രഭുവിനോട് ചോദിച്ചോണെ പറഞ്ഞു, ഇതാരാ പറഞ്ഞു തന്നേന്ന് ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ. മാതാജി പറഞ്ഞ പോലെ എന്തിനാ പിന്നെ ഈ മേരുമുത്ത് തന്നേക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു ജയസാക്ഷി പ്രഭു. അതായത് ഗുരുവിന്റെ മന്ത്രം ജപിക്കണ്ടെന്ന് പറഞ്ഞു. ക്ലിയർ ആയിട്ട് പറഞ്ഞതാ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിച്ച കാര്യമാണ്. അപ്പം ആ മേരുമുത്തെ പിടിച്ച് ഗുരുമന്ത്രം ജപിച്ചതിന്റെ ശേഷമാണ് നമ്മള് ഹരേ കൃഷ്ണ മന്ത്രം അടുത്ത മുത്തി തുടങ്ങണ്ടേന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിയുടെ കൺഫ്യൂഷൻ മാറിയില്ലേ മാതാജി? മാറി പ്രഭു. അപ്പൊ എവിടെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതായിരിക്കും കറങ്ങിത്തിരിഞ്ഞ് വന്നത്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ പ്രഭു, ഈ വിഷയം ചില ഗ്രൂപ്പിലൊക്കെ ഒരു ചർച്ചാ വിഷയമായിരുന്നു ഒരു സമയത്ത്. ഏതോ ഒരു ലേഖനത്തെ ആധാരമാക്കി നമ്മുടെ പ്രഭുവാദർജി അങ്ങനെയാ ജപിച്ചിരുന്നത്, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ജപിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ലേഖനം ആരുടെയോ വന്നിരുന്നു. അതൊരു ചർച്ചാ വിഷയമായതാണ്. അത് ജയസാക്ഷി പ്രഭുവിൻ്റെതാണ്. അതൊരു ചർച്ചയായിട്ട് പലയിടത്തും അവതരിക്കപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത് പ്രഭു, ഇത് കോണ്ടെസ്റ്റ് ഡിഫറെന്റ് ആണ്. ആരും അങ്ങനെ പറയില്ല, അങ്ങനെ പിടിക്കരുതെന്ന് പറയാറില്ല. മാല ചൊല്ലുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരാറുണ്ട്. പക്ഷെ ആ ഇൻസ്ട്രക്ഷൻസ് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേരുമുത്തിനെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാമം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പഞ്ചതത്വ മഹാമന്ത്രം, ഇപ്പൊ നമ്മൾ ഇനീഷ്യേറ്റഡ് ആണെങ്കിൽ, നമ്മൾ ദീക്ഷ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ ഗുരുമന്ത്രം, അതിനുശേഷം പഞ്ചതത്വ മന്ത്രം, പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ചൊല്ലുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമ്മൾ തന്നെ ഡൈവേർട്ട് ചെയ്യുന്ന സംഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് സോഴ്സ്, നമ്മൾ കേൾക്കുന്ന ആ സോഴ്സ് അത് പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. നമ്മൾ ദീക്ഷ എടുത്താണ് ദീക്ഷാഗുരുവിന്റെ മന്ത്രം ആദ്യം ജപിക്കണം, പിന്നെ പ്രഭുപാദർത്ത് ജപിക്കണം, എന്നിട്ടാണോ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക? പിന്നെ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ പഞ്ചതത്വ മന്ത്രം. അതായത് ഹരേ കൃഷ്ണ മന്ത്രം ആദ്യം ഗുരുമന്ത്രം, പിന്നെ പ്രഭാത് മന്ത്രം, അതിനുശേഷം പഞ്ചതത്വ മന്ത്രം, അതിനുശേഷം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ. അതായത് ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഗുരുനാഥനാണ്. അപ്പൊ ഗുരുനാഥനിലൂടെ മാത്രമേ നമുക്ക് കൃഷ്ണനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗുരുമന്ത്രം, പ്രഭുപാദം, അതായത് നമ്മുടെ ഗുരുനാഥൻ നമ്മളെ കൊണ്ടുപോയിട്ട് പ്രഭുപാദന്റെ ഏൽപ്പിക്കുന്നു, പ്രഭുപാദം നിന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഈ മന്ത്രങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ജപിച്ചുകൊണ്ട്, അതായത് പ്രണാം മന്ത്രങ്ങൾ കറക്റ്റായിട്ട് ജപിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, ജപമാല കയ്യിൽ വെച്ച് ജപിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ടിവിക്ക് സൗണ്ട് കൂട്ടി വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറയുകയാണ്, ടിവിയുടെ ശബ്ദം കുറയ്ക്കാൻ പറയുകയാണ്. അപ്പം ഞാൻ മാല ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ മാലയുണ്ട്. അപ്പൊ ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നാമജപത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമജപം അവിടെ മുറിയുകയാണോ പ്രഭു? അതായത് വീണ്ടും പിന്നെ ഒന്നേ ജപിക്കേണ്ടി വരുമോ? വേണ്ട പ്രഭു, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ട്. ആളുകൾ പറയാറുണ്ട് അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങളുടെ പെട്ടെന്ന് നിങ്ങൾ ഒരു ജോലി ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി വന്നു, അപ്പൊ നമ്മൾ ആ മാല എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് പോവാറുണ്ട്. പ്രഭു അങ്ങനെ പറഞ്ഞതിൽ നിന്ന് വീണ്ടും ഒന്നിലൊന്നും സ്റ്റാർട്ട് ചെയ്യണ ആവശ്യമില്ല. പക്ഷെ ഒരു മാല ജപിക്കുന്ന സമയത്ത് മാറ്റി വെച്ചുകൊണ്ട് അടുത്ത ജോലികൾ ചെയ്ത് വന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് പ്രോഹിബിറ്റഡ് ആണ്. അത് ചെയ്യാൻ പാടില്ല. അതായത് പാതി മാല ജപിച്ചു, അതങ്ങനെ മടക്കി വെച്ചു, നമ്മൾ പോയി, എന്നിട്ട് വേറെ ജോലികൾ ഉണ്ടായിരുന്നു, ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് പ്രോഹിബിറ്റഡ് ആണ്. അത് പാടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും വന്ന് വിളിക്കുകയാണ്, അകത്ത് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കണ്ടിന്യൂ ചെയ്യുന്നു, അവിടെ മാല മുറിയുന്നില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ഇത് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലയഴിച്ചുകൊണ്ടിരുന്ന ഒരു സംശയമാണ് പ്രഭു. ഹരേ കൃഷ്ണ, ഇപ്പൊ ക്ലിയർ ആയി. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ഒരു ഇപ്പം
ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഒരു 8 മാല ജപിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അടുത്ത 8 മാല ജപിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ? തെറ്റില്ല മാതാജി. അതായത് ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിയുമെങ്കിൽ ഒറ്റ അടിക്ക് 16 മാല ജപിക്കുക. ഇത് 16 മാല മിനിമം ആണ് കേട്ടോ. ശീല പ്രഭുപാദ് നമ്മളോട് 16 മാല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മിനിമം 16 മാല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും നമ്മൾ ഭക്തി ചെയ്യുന്നത് സ്ഥലം, അതായത് ടൈം, പ്ലേസ്, സർക്കംസ്റ്റാൻസസിനനുസരിച്ചാണ്. സമയം, സ്ഥലം, ആ നമ്മുടെ സർക്കംസ്റ്റാൻസസ്, ഇതിനനുസരിച്ചാണ് ഭക്തി ചെയ്യേണ്ടത്. അപ്പൊ അതില് നമുക്ക് ചിലപ്പോൾ 6 മാല ആദ്യം ജപിക്കാൻ സാധിച്ചേക്കാം. വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പൊ മാതാജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കുറച്ച് വീടിനെ കുറിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഔട്ടാവും, പിന്നെ ഭക്തി ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഭക്തി ചെയ്യുകയാണ്, അത് ടൈം, പ്ലേസ്, സർക്കംസ്റ്റാൻസസിനനുസരിച്ച് ഭക്തി ചെയ്യണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഒരു ഭക്തൻ ചോദിച്ചായിരുന്നു ഇങ്ങനെ, ഭഗവത്ഗീതയിലെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഭഗവാനാണല്ലോ, എല്ലാത്തിനും ഭഗവാൻ ഒറ്റയ്ക്ക് മതിയല്ലോ, പിന്നെ എന്തിനാ ഭഗവത്ഗീതയില് എത്ര യോഗേശ്വര കൃഷ്ണ, എത്ര പാർത്ഥ ധനുധര എന്നിങ്ങനെ ധനുധരനെയും കൂടെ എന്തിനാ വിളിച്ചത്? അപ്പോഴേ കംപ്ലീറ്റ് ആവുമെന്ന്. അങ്ങനെ എന്തിനായിരുന്നു? ഭഗവാൻ സുപ്രീം അല്ലേ? ഭഗവാൻ വേറൊരു ജഡ എന്താ പറയാ തടസ്സ ശക്തി എന്തിനാണ് സ്വീകരിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്ത് പറയട്ടെ പ്രഭു? പ്രഭു, ഭഗവാൻ ഭഗവത് ഭക്തന്മാരുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാന് നമ്മൾ പ്രകീർത്തിക്കുന്ന സമയത്ത് ഭഗവാന്റെ പേര് നന്ദൻ എന്നാണ് പറയുന്നത്. എന്തിനാണ് നന്ദൻ അവിടെ ചേർക്കുന്നത്? നന്ദമഹാരാജനെ ചേർക്കുന്നത് എന്താന്ന് വെച്ചാൽ ഭഗവാന് ആനന്ദം കൊടുക്കുന്നതാണ് ഭഗവത് ഭക്തന്മാരുടെ കൂടെ നമ്മൾ വിളിക്കുന്നത്. അതേമാതിരിയാണ് ഇവിടെയും ഭഗവാന്റെ ഭക്തനാണ് ധനുർധരൻ, അല്ലെങ്കിൽ അർജുനൻ ഭഗവാന്റെ ഭക്തനാണ്. ഭഗവാന്റെ ഭക്തനെ കൂട്ടി പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ഭഗവാന് കൂടുതൽ ആനന്ദം കിട്ടുന്നത്. എവിടെയെങ്കിലും കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, നേരെ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ട്. പക്ഷേ അവിടെ ദേവകി നന്ദന അല്ലെങ്കിൽ രാധാപ്രിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വളരെയധികം കൂടുതൽ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഭഗവത് ഭക്തന്മാരുടെ നാമത്തെ ചേർത്തുകൊണ്ട് ഭഗവാന് വിളിക്കുന്നത് നമ്മൾ. അതിന് ഫലങ്ങൾ കൂടുതലാണ്. തീർച്ചയായിട്ടും ഭഗവാൻ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കും, ഇല്ല എന്നൊന്നുമില്ല. പക്ഷേ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടുള്ളൊരു എന്താണ് പറയണത്, ഒരു പെർഫെക്ഷൻ അവിടെ കിട്ടുന്നില്ല. ശ്രീല പ്രഭുപാദ് ഒരു ക്ഷേത്രത്തിലും കൃഷ്ണനെ മാത്രം ചേർത്ത് വെച്ചിട്ടില്ല, രാധാറാണിയുടെ കൂടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതും വിളിക്കുമ്പോൾ രാധാപ്രിയൻ എന്നാണ്, അല്ലെങ്കിൽ രുക്മിണി കൃഷ്ണൻ എന്നാണ് പറയണത്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ രാധാ ശ്യാം സുന്ദർ എന്നാണ് പറയണത്. ഇതിനർത്ഥം എന്താണ്? ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തന്മാരുടെ കൂടെ തന്നെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ശ്രീല പ്രഭുപാദ് ഓരോരോ ക്ഷേത്രങ്ങളിലും രാധാകൃഷ്ണൻ പേരും കൂടി കൊടുത്തിരിക്കുന്നത്. രാധാ ലണ്ടനീശ്വരൻ, ഒരു സ്ഥലത്ത് ലണ്ടനില് ആ DTയുടെ പേരാണ് രാധാ ലണ്ടനീശ്വരൻ. അപ്പോ ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തന്മാരുടെ കൂടെ തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. തനിയെ അദ്ദേഹത്തിന്, അതായത് ആ സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു രാധാപ്രേമം അറിയാൻ വേണ്ടി, അതായത് കൃഷ്ണൻ എന്തിനാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്നത്? ആ രാധാപ്രേമം അറിയാൻ വേണ്ടിയിട്ടാണ്. തന്റെ ഭക്തന്മാര്, അതായത് രാധാറാണിയുടെ ആ ലവ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. അപ്പൊ ഭക്തന്മാർ അത്രയും പ്രിയപ്പെട്ടവരാണ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വരിക. പ്രഭുജിയോട് യാതൊരു മുടക്കവും കൂടാതെ പ്രഭുജിയെ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട്, പ്രഭുജിയുടെ കുടുംബത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലിട്ട് ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ, രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ കൃഷ്ണ രാമ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ, ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 ഹരേ, കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ രാമ പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സംകീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദയ്ക്ക്
जय श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ण प्रभु जी. दंडवत प्रणाम. हरे कृष्ण हरे प्रभु जी कृष्ण. प्रणव